ആൻഡ്രിയുടെ ഫോൺ എവിടെ? ബാഗിൽ. എടുത്തേ. ഓഫാണല്ലോ. നമുക്ക് ഓൺ ചെയ്യാം അല്ലേ? It's coming, Andrea. The call we are waiting for. ഹലോ ആൻഡ്രിയ, നീ എവിടെയാ? അർജുൻ, ആൻഡ്രി എന്നോടൊപ്പം ഉണ്ട്. ആരാ നീ? ആരോ ഒരാൾ. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആൻഡ്രിയയ്ക്ക് ഒന്നും സംഭവിക്കില്ല. അർജുന് കാണണ്ടേ അവളെ? പക്ഷെ അതിനു മുമ്പ് എനിക്ക് അർജുനെ ഒന്ന് കാണണം. സ്ഥലം പറയ്, ഞാനെത്താം. ലൊക്കേഷൻ ഞാൻ സെൻഡ് ചെയ്യാം. ഒരാളുടെ ജീവിതത്തിനും മരണത്തിനും ഇടയ്ക്കുള്ള അരമണിക്കൂർ, അതാണ് നിന്റെ കയ്യിലുള്ള സമയം. ഇക്ബാൽ, പേരിനൊരു പോലീസുകാരന്. ആദിത്യൻ, വിജയ്, കൃഷ്ണമൂർത്തി, ആന്റണി. ഒന്നിനു പുറകെ ഒന്നായി 4 അപകട മരണങ്ങൾ. കാലന്റെ കണക്ക് പുസ്തകം പോലെ അർജുന്റെ കണക്ക് പുസ്തകത്തിൽ പെട്ടവർ. ചാർട്ട് പ്രകാരം അവശേഷിക്കുന്നത് ഒരേ ഒരാൾ, നിന്റെ കാമുകി ആൻഡ്രിയ. പക, പണം, മനോരോഗം, ഇതിലേത് ലിസ്റ്റിൽ പെടും താൻ? Come on, spit out. What's your motive? സാറ് വിചാരിക്കുന്ന പോലെ ഞാനൊരു കൊലയാളിയല്ല. ഞാൻ അവരെ ഫോളോ ചെയ്തു, ശരിയാണ്. ബട്ട് ദാറ്റ്സ് ഇസ് പാർട്ട് ഓഫ് മൈ ജോബ്. ജോബോ? എന്ത് ജോലി? ഹോക്സായി, വാട്ട് എവർ ക്രാപ്പ്. പക്ഷെ കൺമുന്നിൽ നടന്ന ഓരോ കൊലപാതകങ്ങൾക്ക് ശേഷവും നീ പാലിച്ച മൗനം, അപകടകരമായ മൗനം. ശരിക്കും അതിന് പിന്നീടുണ്ടായ എല്ലാ കൊലയ്ക്കും കാരണം ആ സൈലൻസ് അല്ലേ? ട്രസ്റ്റ് മീ സർ, ഞാൻ അവരെ രക്ഷിക്കാൻ ശ്രമിക്കായിരുന്നു. മൈ ഫുഡ് രക്ഷിക്കാൻ നീ ആരടാ? ടെസ്റ്റും ട്രെയിനിങ്ങും പ്ലഡ്ജും ഒക്കെ കഴിഞ്ഞ് ഈ സിറ്റിയിലെ ജനങ്ങളുടെ സ്വത്തിനും ജീവനും കാവൽ നിൽക്കാൻ ഞങ്ങളിങ്ങനെ കുറച്ചുപേരുള്ളപ്പോൾ ഒരു പ്രൈവറ്റ് ഡിക് ഏജൻസിയുടെ മാത്രം ബലത്തിൽ നീ സിറ്റിയിലെ ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യൂ. കൊള്ളാമല്ലോ. സർ,
താനും തൻ്റെ ഓഫീസും സംശയത്തിൻ്റെ നിഴലിലാണ്. എവിടാ തൻ്റെ ഓഫീസ്? സാധാരണ അവധി ഉണ്ടാവാറില്ല. ദേവരാജു, അർജുന, ഇതാണോ താൻ പറഞ്ഞ ഹോക്സായി? സാർ ഇവിടെ ശരിക്കും ഒരു ഓഫീസ് ഉണ്ടായിരുന്നു. റിയലി? സാർ ഞാൻ പറഞ്ഞത് സത്യമായിരുന്നു സാർ. എന്താ സാറേ? താനേതാ? ഞാൻ ഭാസ്കരൻ. എൻ്റെ സാറേ ഈ ഗോഡൗൺ. ഇവിടെ ഉണ്ടായിരുന്ന ഓഫീസ് അവിടെ. എന്താ ആപ്പീസ്? എടോ ഞാൻ വർക്ക് ചെയ്തോണ്ടിരുന്ന എന്റെ ഓഫീസ് അവിടെ. ആപ്പീസാ? ഭാസ്കര, ഇത് കാര്യം കുറച്ച് ഗൗരവമുള്ളതാണേ. ഇന്ന് മുതലാ ഇത് ഭാസ്കറിന് ഗോഡൗൺ ആയത്. മിനിയാന്ന് രാത്രി മുതൽ ഒരു ഗോഡൗൺ കിട്ടാണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മാർക്കറ്റിലെ കൊന്തപ്പോളാ ഇത് ഏർപ്പാടാക്കി തന്നത്. അതെ സാറേ, ഞാൻ വരുമ്പോൾ ഇത് ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. ദേവരാജ്, സർ. ഭാസ്കറിനെ കൂട്ടി മാർക്കറ്റിൽ പോയി കൊന്തപ്പോൾ അതെ സാറേ. അയാളെ കാണണം. എന്നിട്ട് രണ്ടാളെയും കൂട്ടി ഓഫീസിലേക്ക് വാ. സർ. അയ്യോ സാറേ, ഞാനെന്ത് തെറ്റ് ചെയ്തിട്ടാ? ഭാസ്കരോ, ഒന്നും സഹകരിക്കണ്ട ഭാസ്കര, ഞങ്ങൾക്ക് ഞങ്ങളുടെ പണി നടക്കണ്ടേ? ബാ ഭാസ്കർ. അയ്യോ സാറേ, ചെല്ല് എന്നെ ഭാസ്കര. എന്തിനാ കൊണ്ടുപോകുന്നത്? നേരെ ജയിലിലേക്കൊന്നും അല്ല ഭാസ്കര. ബാ. സാർ, ഐ കാൻ ബിലീവ് ദിസ്. വാ. സർ, അച്ഛൻ റിട്ടയർഡ് KSEB എഞ്ചിനീയറാ. റാം മോഹൻ. അർജുൻ MA ക്രിമിനോളജി, ഫസ്റ്റ് റാങ്ക് ഹോൾഡർ. പഠിച്ചിരുന്ന സ്ഥലങ്ങളിലും നാട്ടിലും ഒക്കെ തിരക്കി. ക്ലീൻ ഇമേജാ. നോ ക്രിമിനൽ റെക്കോർഡ്സ് അറ്റ് ഓൾ. നോ ക്രിമിനൽ റെക്കോർഡ്സ് അറ്റ് ഓൾ. എന്തായി അർജുൻ? സാർ, ഗൂഗിളിൽ നിന്ന് ഹോക്കായുടെ എല്ലാ ഡീറ്റെയിൽസും ഡിലീറ്റഡ് ആണ്. അങ്ങനെ ഒരു കമ്പനിയുടെ എക്സിസ്റ്റൻസ് ഇല്ല. ഹലോ. വണ്ടർഫുൾ, നന്നായി. അതെയോ? പെട്ടെന്ന് പടർന്ന് പന്തലിച്ച് പണം വാരിക്കൂട്ടി ഒറ്റ ദിവസം കൊണ്ട് അപ്രത്യക്ഷരാകുന്ന ചില സാമ്പത്തിക സ്ഥാപനങ്ങളുണ്ട്. പക്ഷെ ഇതൊരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസി. ഒരു തെളിവുമില്ലാതെ ഒറ്റ രാത്രി കൊണ്ട് വാനിഷ് ആവുക, അതും 4 കൊലപാതകങ്ങൾക്ക് ശേഷം. ഡോണ്ട് യു ഫൈൻഡ് ഇറ്റ് സ്ട്രേഞ്ച്? സർ, ഈ അയറിന്റെയും ഗൂഗിളിന്റെയും മൊബൈൽ ഫേക്ക് ID ആണ്. വെരി ഗുഡ്.